ഞാൻ സിസ്റ്റർ ജയ റോസ്, CMC അങ്കമാലി മേരിമാതാ പ്രോവിൻസിലെ എഡ്യൂക്കേഷൻ കൗൺസിലറാണ്. ഭാരതമാതാ കോളേജിൽ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ HODയുമാണ്. ഒപ്പം ഈ കലാലയത്തിൻ്റെ വൈസ് പ്രിൻസിപ്പളും കൂടിയാണ്. സാധാരണ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി ചെറുപ്പം മുതലേ അറിയാറുണ്ട്. എന്നാൽ എൻ്റേത് അങ്ങനെയല്ലായിരുന്നു. MSc B.Edും കഴിഞ്ഞതിന് ശേഷമാണ് ഈശോയുടെ വിളി ഞാൻ ശ്രവിക്കുന്നതും സന്തോഷത്തോടെ ഈ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതും. അതുകൊണ്ട് എൻ്റെ ദൈവവിളി ഒരു ലേറ്റ് വൊക്കേഷനാണ്. പെളിമിസ്, ക്ലാസ്സിൽ പോകാൻ സമയമായി, ഞാൻ പോകട്ടെ. അങ്ങനെ ഇതൊക്കെ നാം ഇവിടെ ആയിരിക്കുന്നത് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിലാണ്. ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായി തീർന്ന ഈശോ, ആ ഈശോ ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദമായി തീർന്ന ഈശോയെ അനുകരിച്ച് മെയിൻ ധാരയിൽ നിന്ന് മാറി നിൽക്കുന്ന ഡിഫറൻഷ്യലി ഏബിൾഡ് അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു വിദ്യാലയമാണ് ഇത്. ഇത് CMCയുടെ ഒരു മുഖ്യ പ്രവർത്തന മേഖലയമാണ്. ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇവരുമായിട്ട് സ്നേഹം പങ്കുവെക്കാനും നമുക്ക് പരസ്പരം കണ്ടുമുട്ടാനും കിട്ടിയ ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ സമർപ്പിത ജീവിതത്തിലേക്ക് വന്ന കാലം മുതൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ ഇതിൻ്റെ നിയമങ്ങളോടൊക്കെ നമുക്ക് യോജിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥ. ഈ സമയത്തെല്ലാം എന്നെ സഹായിച്ചത് ഇന്നും ഇത്ര CMCയിൽ വന്ന് 28 വർഷം കഴിഞ്ഞു. ഇന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ കുറവുകൾ അംഗീകരിക്കുന്ന എൻ്റെ മിസ്ട്രസ്സാണ് സിസ്റ്റർ ഡൊണാറ്റില. സിസ്റ്റർ ഡൊണാറ്റില ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ 14 പേരും ഇവരുടെ ആ സപ്പോർട്ട് ഇതാണ് ഇന്ന് ഞാനായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് കാരണം. ഇവർക്കും നിങ്ങളോടൊത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ നന്ദി പറയാനുള്ള അവസരമാണ് നമുക്ക് ഇന്ന് ഈ വിദ്യാലയത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സിസ്റ്റർ ജയ പ്രിൻസിയായിട്ട് ചൊവ്വര മഠത്തിലേക്ക് കടന്നു വന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. കണ്ടപ്പോഴേ എനിക്ക് തോന്നി സിസ്റ്ററിന് ഈ മഠത്തിൽ ഈ കൂട്ടുകാരോടൊന്നിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുവാൻ സാധിക്കുമോ എന്ന്. കാരണം കോളേജിലെല്ലാം അടിപൊളിയായി ജീവിച്ച ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ കേട്ടത്. മാത്രമല്ല കൊണ്ടുവന്നാക്കിയപ്പോൾ വീട്ടുകാരും പറഞ്ഞു സിസ്റ്ററിന് പറ്റിയില്ല, ഈ ജീവിതം അല്പം ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ എത്രയും വേഗം വീട്ടിലേക്ക് വിട്ടേക്കണമെന്നും. ഈ ചിന്തയോടുകൂടിയാണ് ഞാൻ പ്രിൻസിയെ അന്ന് എതിരേറ്റത്. എനിക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. MSc റാങ്കോടുകൂടിയൊക്കെ പാസ്സായിട്ട് അതും കണക്കാണ് വിഷയം, തീർത്തും ക്രിട്ടിക്കലായിട്ട് ഉള്ളൊരു വ്യക്തിയായി മാറുമോ എന്ന്. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെയൊക്കെ ഇടയിൽ സരളമായൊരു ഹൃദയവും വിശാലമായ ഒരു മനസ്സുമുണ്ടെന്ന്. അതിനെ തന്നെ ആ 2 പോയിന്റിനെ പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ തമ്പുരാനോട് ഒരല്പം അടുപ്പവും ഉണ്ടായിരുന്നു. ഫോർമേഷൻ കാലഘട്ടം കഴിഞ്ഞിട്ടും
ജയ ഇന്ന് വളരെ വളർന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനവുമുണ്ട്. കാരണം വളർത്തുന്ന സ്നേഹം എന്നും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നും ആയിരിക്കുന്ന ഫീൽഡിൽ എല്ലാവരെയും വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അനുഭവം എനിക്കുണ്ട്. ഇപ്പോൾ കൗൺസിലറായിട്ടും പാവങ്ങളോടുള്ള കരുണ, പരിസ്ഥിതിയോടുള്ള താല്പര്യം, ഇതെല്ലാം ഇന്നും വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും യേശുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങൾക്കുമുണ്ട് സിസ്റ്റർ ജയയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട്. എൻ്റെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്നത് ഞങ്ങൾ ഫോർമേഷൻ ആ ഹൗസിലായിരിക്കുന്ന സമയത്താണ് ജയ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി MSc റാങ്കോടെ പാസ്സായി, BEd ട്രെയിനിങ് അതും കഴിഞ്ഞിട്ടാണ് ജയ മഠത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ പേര് PDC, കുറച്ച് പേര് TTC, അങ്ങനെ പല പഠനങ്ങൾ സ്വീകരിച്ചവരായിരുന്നു. ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, എങ്ങനെ ജയയായിട്ട് ഇടപഴകും, അല്ലെങ്കിൽ ജയ ഞങ്ങളോട് എങ്ങനെ ഇടപഴകും. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിസ്മയമായിരുന്നു, ഇത്ര പഠനം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾക്ക് ഒരുപാട് സർപ്രൈസും തോന്നിയിരുന്നു ഇങ്ങനെയൊക്കെ കടന്നു വന്നതിനെക്കുറിച്ച്. പക്ഷെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് മനസ്സിലായി ജയ വളരെ സിമ്പിളാണ്. അത് ഒരു തലക്കനവും ഇല്ലാതെ, അത് റാങ്ക് കിട്ടിയതിൻ്റെയോ പഠനത്തിൻ്റെയോ ഒന്നും ഒരു തലക്കനവും ഇല്ലാത്ത വളരെ സിമ്പിളായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ജയ. ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാനൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങി സിസ്റ്ററാകാൻ ആഗ്രഹിച്ച ഒരാളാണ്. അങ്ങനെ ഒരു ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ആളുമാണ്. പക്ഷേ ജയയെക്കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ ഒരുപാട് കോളേജിലൊക്കെ അടിപൊളിയായിട്ടൊക്കെ ജീവിച്ച് തകർത്ത് അങ്ങനെ വളരെ സന്തോഷപ്രദമായിട്ട് ജീവിച്ച് കടന്നു വന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ബാച്ചുകാർക്ക് മൊത്തം ജയയെക്കുറിച്ച് വളരെ അതിശയമുള്ള വ്യക്തിയായിട്ട് തന്നെ തോന്നി. പിന്നെ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ബാച്ചുകാരെ ഞങ്ങളെ ഒരുപാട് ജയ വളർത്തി. പല തലങ്ങളിലും ഞങ്ങളെ പഠിപ്പിക്കാനും ഒരുപാട് കഴിവുള്ള വ്യക്തിയായിരുന്നു ജയ. വരയ്ക്കാനും പാടാനും തബല വായിക്കാൻ അലങ്കാര പണികൾ, ഇങ്ങനെ ഒരുപാട് കഴിവുണ്ടായിരുന്നു ജയയ്ക്ക്. അപ്പം ഞങ്ങൾ ആ തലങ്ങളിലൊക്കെ സഹായിക്കാനും ഞങ്ങളെ ഒരുപാട് വളർത്താനും ജയ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് പ്രത്യേകം എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഞങ്ങളുടെ ബാച്ചുകാർ, ഇപ്പോൾ 28 വർഷം ഞങ്ങൾ ഉടുപ്പിട്ടിട്ട് ഇന്ന് വരെയും ഞങ്ങളുടെ ബാച്ചുകാർ ഒരുമിച്ച് കൂട്ടാൻ, ഞങ്ങളുടെ ആ ഒരു സൗഹൃദം, ഐക്യം, ഒരു പടി കൂടി എപ്പോഴും ഉണർത്താനായിട്ട് ഏറ്റവും അധികം ശ്രമിച്ചേക്കുന്ന വ്യക്തി ജയയാണ്. അതുപോലെ ഞങ്ങൾക്കൊരാൾക്കൊരു പ്രശ്നം, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ ജയ അവിടെ ഓടിയെത്തിയിരിക്കും. പിന്നെ ഒരു ചെറിയ സംഭവമൊക്കെ ഓർക്കണത്, പണ്ട് നൊവിഷ്യേറ്റ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് തോട്ടം വിഭജിച്ച് തരുമായിരുന്നു. ഓരോ തോട്ടം ഞങ്ങൾക്ക് തരുമായിരുന്നു. അപ്പോൾ സിസ്റ്ററാണ് ഞങ്ങൾക്ക് ഓരോ തോട്ടം വിഭജിച്ച് തരുന്നത്. ഞങ്ങളത് പൂക്കളുണ്ടാക്കണം. അപ്പോൾ ജയ ഏൽപ്പിക്കുന്ന തോട്ടത്തിൽ ജയ അങ്ങനെ നനച്ച് അത്രയും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ചുമ്മാ വെള്ളം ഇങ്ങനെ വെറുതെ തളിച്ചുകൊണ്ട് കയറി പോരുമ്പോൾ സിസ്റ്റർ പറയും, ഈ ഹന്നാവെള്ളം തളിച്ചുകൊണ്ട് പോയി ചെടിക്ക് വെള്ളം തളിച്ചുകൊണ്ട് വന്നാൽ ഒരിക്കലും പൂവുണ്ടാവില്ല എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമാണ്. കാരണം ജയ ഏത് മഠത്തിലായിരിക്കുന്ന അവിടെ ചെന്ന ഒരുപാട് പച്ചക്കറി, ഇഷ്ടംപോലെ പൂക്കൾ, പിന്നെ കോഴി, താറാവ്, മുയൽ, ലവ് ബേർഡ്സ്, പ്രാവുകൾ, ഇങ്ങനെ ഒരുപാട് ജീവികളും പച്ചക്കറിയും ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാണ് അതൊക്കെ കാണുമ്പോൾ. ഒരുപാട് ജയ മാറി. അതുപോലെ പിന്നെ പാവങ്ങളോട് ഭയങ്കര കരുണയാണ് ജയയ്ക്ക്. പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ അതിന് ഞാൻ എനിക്ക് നേരിട്ട അനുഭവം കൊണ്ട് ഞാനും സ്വീകരിച്ചിട്ടുണ്ട്. ജയ പഠിപ്പിക്കുന്ന പിള്ളേരിൽ നിന്ന് ഒരുപാട് പൈസ അവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് സ്കോളർഷിപ്പായിട്ട് ഞങ്ങളായിരിക്കുന്ന ഇടവകയിലെ പാവപ്പെട്ട കുട്ടികൾക്ക് തരും. അതുപോലെ ഒരു പ്രത്യേക സംഭവം, കിച്ചണിൽ വരുന്ന പാവപ്പെട്ട കുട്ടികൾ, അത് ഒറീസ അല്ലെങ്കിൽ പല ദേശത്ത് വന്നവരായാലും അവരിപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ കുട്ടികൾക്ക് ഒഴിവ് കൊടുത്തും മറ്റുള്ളവരെ മഠത്തിലേക്ക് വിളിപ്പിച്ച് അവർക്ക് ട്യൂഷൻ കൊടുത്തും പഠിപ്പിച്ച് പാസ്സാക്കി. ഇപ്പോൾ ഒരു കുട്ടി ഞങ്ങളുടെ തന്നെ സഭയിൽ ആന്ധ്ര മിഷനിൽ ഉടുപ്പിട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ഒരാൾ ഇപ്പോൾ ഒരു ഹിന്ദി ടീച്ചിങ്ങിൻ്റെ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ ഹൃദയവിശാലതയും വലിയ മനസ്സുമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ജയ് എപ്പോഴും ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. ജയയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആന്ധ്ര മിഷനിൽ കുറേ നാൾ വർക്ക് ചെയ്തതിന് ശേഷം അകലങ്ങളിൽ നിന്ന് വീക്ഷിച്ച വ്യക്തിയാണ് ഞാൻ. സിസ്റ്റർ ജയ വളർച്ച വളരെ സൂക്ഷ്മതയോടെ കാണാനും നേരിട്ട് അനുഭവിക്കാനും എനിക്ക് ഒപ്പമുണ്ടായിരുന്ന അവസരങ്ങളൊക്കെ കൂടുതൽ സമ്മർദ്ദം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈശോയുമായുള്ള വ്യക്തിപരമായ ബന്ധം അതിനിടയാക്കിയത് രോഗാവസ്ഥകളായിരുന്നു. അതിലൂടെയുള്ള കടന്നുപോക്ക് മനസ്സിലുണ്ടാക്കിയ വളരെ ഹൃദയസ്പർശിയ അനുഭവം ജയയ്ക്ക് എന്നും കൈമുതലായിട്ടുണ്ട്. ഒപ്പം പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള നിരന്തരമായ ഒരു സഹവാസം, ഈശോയുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ സഹജീവികൾക്ക് കരുണയായും സ്നേഹമായും വിശാലം പരന്നൊഴുകാനായിട്ട് ഈശോ ജയ അനുഗ്രഹിച്ചു എന്നാണ് എൻ്റെ സാക്ഷി. ഇവർക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും
എനിക്ക് തോന്നുന്നതാണ്, ഞാൻ ഒന്നും അറിയാത്ത പോലെ, ഒരുപക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കാൻ അറിയാത്ത, അല്ലെ ലോകത്തിലെ പറ്റി ഒത്തിരി അറിയാത്ത, നിങ്ങളെ ഓരോരുത്തരെ അറിയാത്ത കടന്നു വന്ന, ഒരുപക്ഷെ സന്യാസം പോലും ഇങ്ങനെയാണ് എന്ന് അറിയാതെ ഞാനിവിടെ കടന്നു വരുന്നത്. എന്നെ ഇങ്ങനെ വളർത്തിയത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ സ്നേഹമാണെന്ന്. അതുപോലെ സിസ്റ്റർ ഡൊണാറ്റിൽ എന്നോട് കാണിച്ച കരുണ, ത്യാഗം ചെയ്തു, മറ്റുള്ളവരിൽ നിന്ന് കമൻറ്റ് കേട്ടിട്ടും എന്നെ കുറ്റപ്പെടുത്താതെ മാത്രമേ എനിക്ക് കറക്ഷൻ തന്നിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരും സ്വന്തം അനിയത്തിമാരെ പോലെ ഇവരെന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എൻ്റെ കുറവുകളിൽ, എനിക്ക് പറ്റാത്ത കാര്യങ്ങളിൽ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും എന്ത് കാര്യം ഞാൻ പറഞ്ഞാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 14 പേരടങ്ങുന്ന ബാച്ചും സിസ്റ്ററുമാണ് എൻ്റെ ശക്തി. എനിക്ക് തമ്പുരാനോട് അത് ഓർക്കുമ്പോൾ നന്ദി മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ദൈവവിളിയിൽ നിന്ന് എവിടെയെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവരുടെ സപ്പോർട്ടാണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എത്ര കാലമായി നമ്മൾ കൂടിയിട്ട്? ഒരുമിച്ച് ഒരുപാട് നാളായി, കണ്ടതിൽ ഒത്തിരി സന്തോഷം. ശരിയാ, ഒത്തിരി തിരക്കല്ലേ എല്ലാവർക്കും. വലിയ വലിയ ഉത്തരവാദിത്തങ്ങളായില്ലേ നമുക്കിപ്പോൾ, പ്രായമായിപ്പോൾ. ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്നാലും ഈ കൂട്ടായ്മ, സാധാരണ ഈ കൂട്ടായ്മ ഒത്തിരി അറിവ് തരാറില്ലേ നമുക്ക്? ശരിക്കും ഒത്തിരി വലിയൊരു നല്ലൊരു അറിവ് തരുന്ന ഒരു കൂട്ടായ്മ അത്. ആ കൂട്ടായ്മ ഇനിയും നിലനിർത്തണം. കാരണം സമർപ്പിത ജീവിതത്തിൻ്റെ ഈ സപ്പോർട്ടില്ലേ, പരസ്പരമുള്ള ഈ സപ്പോർട്ട് വലിയ ഫലം ചെയ്യും നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്കൊക്കെ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, നമ്മുടെ സമർപ്പിത ജീവിതത്തെ ഒത്തിരി പേരിങ്ങനെ നല്ലത് പറയുന്ന ഒത്തിരി പേര്. കാരണം പരിശുദ്ധ പാപ്പ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് വായിച്ചിട്ടില്ല, സ്വർഗം തുറക്കുന്ന മേരിമാര്. കറക്റ്റ്, സ്വർഗം തുറക്കുന്ന മേരിമാരാണ് സമർപ്പിതർ. അതുപോലെ തന്നെ സമർപ്പിത ജീവിതത്തിന് തിരുസഭയിൽ വലിയ ഒരു സ്ഥാനമുണ്ട്, ഉന്നത സ്ഥാനമുണ്ട്. സമർപ്പിത ജീവിതം ഇല്ലാത്ത തിരുസഭേനെ പറ്റില്ല. ഇപ്പോൾ എങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പൊതുവേ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, നമ്മുടെ സന്യാസ സഭകളിൽ ദൈവവിളി കുറയുന്നു എന്ന്. ഒരു പക്ഷെ നമുക്കത് തോന്നും കുറയുന്നുണ്ടെന്ന്. ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്നാ? അങ്ങനെ ദൈവവിളി ഒരു പരിധിവരെ നമ്മുടെ കൺമുൻപിൽ കുറയുന്നു എന്നൊരു ചിന്ത അത് സത്യമാണ്, കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ പ്രധാനമായിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ പണ്ട് നമ്മൾ അപ്പനും അമ്മയും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു, അവ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു. ആ ഒരു പ്രാർത്ഥനാ അന്തരീക്ഷം, കുടുംബാന്തരീക്ഷം ഇന്നുണ്ടോ എന്ന് സംശയമാണ്. കുട്ടികളൊക്കെ മാധ്യമ ലോകത്തിലേക്ക് പിന്തിരിയണ കാരണമുണ്ടേ വിരൽത്തുമ്പിലെ എല്ലാ സാധ്യതകളും അവർക്ക് കിട്ടുവാണ്. അപ്പോൾ പിന്നെ ഒരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക, ആ കാര്യം ദൈവം വേണോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ കുട്ടികളുടെ ഇടയിൽ കടന്നു വരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നാറുണ്ട്. അതൊരു പരിധിവരെ ശരിയാണ്. കാരണം അവർക്കെല്ലാം സാധ്യമാണ് ഇതിൻ്റെ മുമ്പിലിരിക്കുമ്പോൾ. അങ്ങനെ ലോകത്ത് നിന്ന് മറ്റും മറിച്ച് ചിന്തിക്കാൻ അവർക്ക് പറ്റില്ല എന്നൊരു ചിന്ത വരുന്നത് കൊണ്ടായിരിക്കാം അതൊരു അവശ്യ ഘടകമായിട്ട് മാറാത്തത്. അത് ഒരു നിങ്ങൾ പറയുന്ന പോയിന്റ്സൊക്കെ ഒരു പരിധിവരെ ശരിയാണെങ്കിലും ഞാനിങ്ങനെ വേറിട്ട് ചിന്തിക്കും. ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സഭയിൽ തന്നെ ഇപ്പോൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന അമ്മമാരൊക്കെ എത്ര പേരുണ്ടായിരുന്നു? 40 പേര്, 33 പേരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബാച്ചിലോ 14 പേരായി. അടുത്ത ഇപ്പോൾ വരുന്ന ബാച്ചിൽ 6 പേര്, 5 പേര്. ശരിയാണ് എന്ന് കുറയുന്നുണ്ടെന്ന് നമുക്ക് തോന്നും. പക്ഷേ അന്ന് നമ്മുടെ ഈ എറണാകുളം അതിരൂപതയിൽ പ്രധാനമായി ഉണ്ടായിരുന്ന ഏത് സഭകളൊക്കെയാണ്? CMC ഉണ്ടായിരുന്നു, FCC ഉണ്ടായിരുന്നു, പിന്നെ ആരാധന മഠം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് 3ഓ 4ഓ മഠത്തിൽ ഒരു പക്ഷേ 25-30 പേരുണ്ടാവും. ഇന്ന് എത്രയോ മഠങ്ങളുണ്ട്?
എഴുതിയെടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 40-50 മഠങ്ങളുണ്ട്. ഓരോ മഠത്തിലും 1-2 പേര് വെച്ചാൽ എത്ര ദൈവവിളി? 100ആയി. കണക്കൊരിക്കലും നുണ പറയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ദൈവവിളി കുറഞ്ഞിട്ടുണ്ടെന്നുള്ള വാസ്തവം പെട്ടെന്ന് തോന്നിയാലും അത് മുഴുവൻ യാഥാർത്ഥ്യമാവണമെന്നില്ല. എങ്കിലും ഇവർ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെയും ദൈവവിളിയെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇന്നത്തെ ലോകം നമ്മൾ കടന്നിപ്പോൾ നമ്മളെല്ലാവരും അധ്യാപകരാണ്. നമ്മൾ കടന്നു ചെല്ലുന്ന വിദ്യാലയത്തിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ അറിവോ നമുക്ക് പണ്ടുണ്ടായിരുന്ന അറിവോ അല്ല അവർക്കിപ്പോൾ ഉള്ളത്. ശാസ്ത്രം അത്രയും പുരോഗമിച്ചു. അവരുടെ ആ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരെയും കൂടി നമ്മുടെ ഈ വഴിത്താരയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ചിന്താധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇന്നത്തെ സന്യാസത്തിന് ഒരു ചെറിയൊരു ചുവടുമാറ്റോ, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വേണ്ടത്ര എക്യുപ്ഡ് ആണോ നമ്മൾ? നവമാധ്യമങ്ങൾ കുട്ടികൾക്ക് പരിചിതമാണ്, അതിൽ വളരെ വിദഗ്ധരുമാണ്. എങ്കിലും നമ്മുടെ കഴിവും അറിവും അതിനൊട്ടും പിന്നിലല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈയിടെ സംവിധാനം ചെയ്യപ്പെട്ട വെള്ളത്തൂവൽ എന്ന അതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ നിർവഹിച്ചത് ഒരു സമർപ്പിതയാണ്. ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നതുണ്ട്. അത് ആ സിസ്റ്ററിൻ്റെ അഭിനയവും കട്ട് എന്നൊക്കെ പറയുന്ന ഒരു ആർജവത്വവും ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ ഒരു എനർജി നമുക്ക് തന്നെ ഫീൽ ചെയ്യേണ്ടായിരുന്നു അല്ലേ. പിന്നെ കൂടാതെ നമ്മൾ CMC സഭ ആൽഫ ഓമേഗ A to Z എന്നുള്ള വെബ് ചാനൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിലുള്ള പ്രോഗ്രാംസൊക്കെ നമ്മൾ തന്നെ കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ തന്നെ പ്രൊഡ്യൂസേഴ്സായി എത്ര പരിപാടികളാണ് നമ്മുടെ സിസ്റ്റേഴ്സ് അതിൽ കൊടുക്കുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഷെയർ ചെയ്യപ്പെടുന്നതും ഒക്കെ. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ എന്തുമാത്രം പ്രോഗ്രാമാണ് നമ്മൾ ഈ ചാനലിലൂടെയൊക്കെ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണ്, നമ്മൾ ഒത്തിരി മേഖലയിൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷെ എനിക്കിപ്പോഴും അത് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുറേ കൂടി ഇതിലൊരു ചെറിയൊരു ചുവടുമാറ്റം കൂടി ഉണ്ടായാൽ കുറച്ച് എഫക്റ്റീവ് ആണെന്ന് എനിക്കൊരു തോന്നുന്നു. ജയ പറയുന്നത് ശരിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ സഭ ഇപ്പൊ പല സിസ്റ്റേഴ്സിനെയും മീഡിയ കോഴ്സിനെ വിട്ട് ഇതിനെ എക്യുപ്ഡ് ആക്കുന്നത്. പറഞ്ഞത് ശരിയാണ്. കുറച്ചുകൂടി നമ്മൾ ആ മേഖലയിലേക്ക് ട്രൈ ചെയ്ത് കുറച്ചുകൂടി കുട്ടികളെ സംവദിക്കാൻ മാത്രം നമ്മൾ എക്യുപ്ഡ് ആവേണ്ടതുണ്ട്. പക്ഷെ മീഡിയ പരാജയപ്പെടുന്നിടത്ത് നമുക്ക് ചെയ്യാവുന്ന വളരെ കടന്നു ചെല്ലാവുന്ന ഒരു മേഖലയാണ് നമ്മുടെ കുടുംബങ്ങൾ. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഒരു വൈദികനോ ഒരു ബന്ധുവിനോ പോലും ഒരു വീടിൻ്റെ വിസിറ്റേഴ്സ് റൂം വരെ പ്രവേശനമുള്ളൂ. എന്നാൽ ഒരു സമർപ്പിതയ്ക്ക് അവരുടെ അടുക്കള വരെയും കിണറിൻ്റെ കര വരെയും അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും ഈവൻ അവർ ഏറ്റവും പ്രൈവസി ആവശ്യപ്പെടുന്ന ഇടങ്ങളിൽ പോലും അവർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം നമ്മളെ കൊണ്ട് അവർക്ക് ആവശ്യമുണ്ടെന്നും നമ്മൾ ആവശ്യമായ ഒരു പ്രസൻസ് അവിടെ ഉണ്ടെന്നും ഉള്ളതിൻ്റെ ഒരു അംഗീകാരം കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ കണ്ണിൻ്റെ നനവ് തിരിച്ചറിയാനായിട്ട് മിക്കവാറും ഒരു സമർപ്പിതയ്ക്കാണ് കൂടുതൽ സാധിക്കുന്നത്. നമ്മുടെ ക്ലാസ്സിലെ കുഞ്ഞിൻ്റെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന് മറവിലുള്ള കാര്യമെന്ന് അന്വേഷിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളെ അടുത്ത് വിളിക്കാറുണ്ട്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികളുടെ വീട് സന്ദർശിക്കുന്നത്. നമ്മുടെ ഒരു നിയമമാണ് അത്. നിയമം മീൻസ് നമ്മൾ ഇത് വെച്ചിരിക്കുകയാണ്, ഒരു പോളിസി ആയിട്ട് വെച്ചിരിക്കുക. ഈ കുടുംബ സന്ദർശനങ്ങളും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നതും സമർപ്പിതർക്ക് അത്യന്താപേക്ഷിതമാണ്. അത് കുടുംബങ്ങളെ തന്നെ ഉദ്ധരിക്കാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത് പിന്നെ അത് കുടുംബ സന്ദർശനം സാധിക്കുമെങ്കിൽ ഇപ്പോൾ വേറൊരു കാര്യമുണ്ട്. നമ്മൾക്ക് ഒത്തിരി ജോലികളല്ലേ, നമ്മൾ ഒത്തിരി പണിയുണ്ട്, പല രംഗങ്ങളിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പണ്ടത്തെ നമ്മുടെ സിസ്റ്റേഴ്സ് അമ്മമാർ വീടുകളിൽ പോകുന്ന പോലെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ അത്രയും പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കാം നമ്മുടെ എല്ലാ തീരുമാനങ്ങളിലും എല്ലാ സിനാക്സുകളും പറയുന്നില്ലേ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഹൗസ് വിസിറ്റിംഗ് വേണമെന്ന്. എങ്കിലും നമ്മളും ഒന്ന് കുറച്ചും കൂടി ഒന്ന് കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ നമുക്കൊരു ശരിക്കും നമ്മളൊക്കെ വിചാരിച്ചാൽ ശരിക്കും മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അനേകരുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. അവർക്ക് ഈശോയുടെ സമാധാനം പകർന്നേകാൻ പറ്റും. നമ്മളൊക്കെ ഒന്ന് ഉണർന്നാൽ മതി. നമ്മുടെ സഭ നാം ഓരോരുത്തരും സമർപ്പിതരെ ഉണരുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ലോകം തന്നെ വളരും. ഈശോനെ അവരെല്ലാം അനുഭവിക്കും. സമർപ്പിത വർഷം ആചരിച്ചപ്പോഴും ഫ്രാൻസിസ് പറഞ്ഞതാണ്, നിങ്ങൾ ഉണരുക, ലോകത്തെ ഉണർത്തുക, ആനന്ദം കൊടുക്കുക എന്നുള്ളത്. പിന്നെ സന്തോഷത്തിന് അവസരങ്ങളിൽ ഒരുപക്ഷെ ജനങ്ങൾ നമ്മെ വിളിക്കണം നിർബന്ധമില്ല. പക്ഷെ ഒരു രോഗം, ഒരു മരണം, ഒരു ദുഃഖം വരുമ്പോൾ അവർ ആദ്യം തേടിയെത്തുന്നത് ഒരു സമർപ്പിത തന്നെയാണ്.
അത് നിഷേധിക്കാനാവാത്ത സത്യമാണ്. അത് ശരിയാണ്. നമുക്ക് എത്രയോ ജീവിതാനുഭവങ്ങളുണ്ട്. കണ്ണീരുമായിട്ട് വന്നവരെ അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് തകർന്നവരെയൊക്കെ നമ്മുടെ ചെറിയ വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും നമ്മുടെ ത്യാഗപൂർവമായ പ്രാർത്ഥന കൊണ്ടും ഒക്കെ വളർത്തിവിട്ട അനുഭവങ്ങൾ ഒത്തിരി നമ്മുടെ മനസ്സിൽ തന്നെ ഒരുപാട്. വാതിൽ അടഞ്ഞു തുറന്നിടത്തൊക്കെ നമ്മൾ ഇനിയും വാതിലുകൾ തുറക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തി അവരെ പ്രത്യാശയിലേക്ക് നയിക്കാറുണ്ട്. പിന്നെ യുവജനങ്ങൾ അന്ന് ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ട് എൻ്റെ കണ്ണീര് കാണാൻ ഒരാളുണ്ടെന്നുള്ള വിശ്വാസം തന്നെ. എനിക്കെൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാം. ഏത് പാതിരാത്രിയിലും അല്ലെങ്കിൽ നമ്മുടെ നിയമം അനുവദിക്കുന്ന സമയങ്ങളിൽ സ്വന്തം സഹോദരിയുടെ അടുത്ത് വന്നിരുന്ന് പറയാൻ പറ്റാത്ത സ്വകാര്യ പ്രശ്നങ്ങൾ പോലും ഒരു മറയും കൂടാതെ പറയുന്ന യുവജനങ്ങളും യുവതികളും നമ്മുടെ കൂടെയുണ്ട്. അത് സമർപ്പിതയുടെ സാന്നിധ്യം ലോകത്തിന് ആവശ്യമാണ്, അതിൻ്റെ തെളിവാണെന്നാണ് എൻ്റെ അനുഭവം. വഴിതെറ്റി നടക്കുന്ന ചില യുവജനങ്ങളോട് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ മതി, പെട്ടെന്ന് അവർ നമ്മുടെ അടുത്തേക്ക് വരികയും അവർ ഒരു എന്തെങ്കിലും കോഴ്സുകൾക്കൊക്കെ പറഞ്ഞു വിട്ട് അവർ നേർവഴിക്ക് തിരിക്കാനും ഒക്കെ ഇടപെടാൻ നമുക്ക് വളരെ പെട്ടെന്ന് സാധിക്കും. നമ്മുടെ ഇന്നത്തെ യുവജനങ്ങളെ ഒന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുക, അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ ശ്രവിക്കുക, അതിനുള്ള സമയം കണ്ടെത്തുക. വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെ ഈ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കൂടെയുള്ള കോവർക്കേഴ്സ് എപ്പോഴും പറയാറുണ്ട്, ഒരു സ്വാതന്ത്ര്യം ഇല്ല നമുക്കിന്ന്. പക്ഷേ യഥാർത്ഥ സ്വാതന്ത്ര്യം ആരാ അനുഭവിക്കണേ? നമ്മൾ തന്നെ അനുഭവിക്കണേ. ഒരു സംശയം. ഒരു പക്ഷേ നമുക്കൊരു കല്യാണം കൂടാൻ ചിലപ്പോൾ പോകാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷേ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർ നമ്മളാണ്. നമ്മൾ അതിനാൽ തന്നെ ഈശോയെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രത്യേക ഗ്രൂപ്പാണ് നമ്മൾ. നമുക്ക് ആ ബോധ്യം എന്നുണ്ടാവണം. ഈ സന്യാസത്തിൻ്റെ ഈ സ്വാതന്ത്ര്യമില്ലേ, ആ സ്വാതന്ത്ര്യം മഹനീയമാണ്, അത് ദൈവികമാണ്. ലോകം പോലും അതിനെ മഹനീയമായി കരുതുന്നു, ബഹുമാനിക്കുന്നു. ആ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കണം. അത് ശരിയാണ് ജയെ. നമ്മളിപ്പോൾ ലോകത്തിൻ്റേതല്ല, എന്നാൽ ലോകത്തിൽ എല്ലാവരുടേതുമാണ്, ലോകത്തിൽ എല്ലാവരും നമ്മുടേതുമാണ്. ആ ഒരു മനസ്സിൻ്റെ ഒരു ആന്തരിക സ്വാതന്ത്ര്യം അത് നമുക്ക് പ്രത്യേകമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. ഒരു കുടുംബിനി കടന്നു ചെല്ലാൻ സാധിക്കാത്ത ഇടങ്ങളിലൊക്കെ എത്ര സ്വാതന്ത്ര്യത്തോടെയാണ് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റണേ. ആരും നമ്മോടൊന്നും ചോദിക്കില്ല. അത് നമ്മുടെ വലിയ സ്വാതന്ത്ര്യമാണത്. വിവാഹിതയായ സ്ത്രീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഒരുവനുമായിട്ടൊന്ന് പുഞ്ചിരി സമ്മാനിക്കാൻ പോലും പക്ഷേ അവൾക്കൊരു വിമുഖത ഉണ്ടെന്നിരിക്കാം. കാരണം മറ്റൊന്നുമല്ല, വീട്ടിൽ ചെല്ലുമ്പോൾ മറ്റൊരു കണ്ടാലും അവൾക്കൊരു വിമർശനം ഉണ്ടായെന്നൊരു ഭീതി അവളുടെ ഉള്ളിലുണ്ട്. പക്ഷേ സമർപ്പിതമായ നമുക്കുള്ള ഒരു ഫ്രീഡം എന്താണ്? ആരെ കണ്ടാലും സ്വന്തമായിട്ടൊരു പുഞ്ചിരി കൊടുക്കാൻ അത് നമുക്ക് എന്നും സ്വന്തമായുണ്ട്. അതെൻ്റെ സ്വന്തം. നമ്മുടെ ഈ കൂട്ടായ്മ, ഈ സമയം നമ്മൾ നടത്തിയ ചർച്ചകൾ അല്ലെങ്കിൽ ഈ വിചിന്തനങ്ങൾ ശരിക്കും നമ്മുടെ കണ്ണ് തുറപ്പിച്ചു അല്ലേ? കാര്യം ഇന്ന് മാധ്യമങ്ങളൊക്കെയും സമർപ്പിതരെ ഒത്തിരി വിമർശിക്കുന്നുണ്ട്. ഭാവാത്മകമായും നിഷേധാത്മകമായും വിമർശിക്കുന്നുണ്ട്. ഭാവാത്മകമായ വിമർശനം നമ്മെ വളർത്തുമെങ്കിലും നിഷേധാത്മകമായ വിമർശനം അത്ര വളർത്തുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എങ്കിലും നമുക്ക് ചെയ്യാനുള്ളത് നിന്നാ നമുക്ക് കിട്ടിയ ഈ ഉത്ബോധം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പങ്കുവെച്ച് നമ്മുടെ കൂടെയുള്ള സമർപ്പിതരെ ഈ യഥാർത്ഥമായ സ്വാതന്ത്ര്യവും ദൈവികമായ ആനന്ദവും ഉൾക്കൊള്ളുന്ന വ്യക്തികളായാൽ നമ്മളായിരിക്കുന്ന മേഖല, നമ്മളായിരിക്കുന്ന സമൂഹം, നമ്മൾ കടന്നു ചെല്ലുന്ന പ്രേക്ഷിത പ്രവർത്തന മേഖലകൾ എല്ലാം വിശുദ്ധീകരിക്കപ്പെടും, ആത്മാവിൻ്റെ ആവാസമായി തരും. അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഉറപ്പ് തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ഇറങ്ങാം. നമ്മളൊന്നും വിചാരിച്ചാൽ നമുക്കെല്ലാം ചെയ്യാൻ പറ്റില്ല. ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹം, നമ്മൾ ഒരു പടി വെച്ചാൽ ദൈവം നമ്മെ കൈപിടിച്ചുയർത്തും. ആ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പ്രയത്നിക്കാം, മറ്റുള്ളവരെയും കൂടിയും ഈ അനുഭവത്തിലേക്ക് നമുക്ക് വളർത്താം. CMC സന്യാസ സഭയിലെ 28 വർഷത്തെ സമർപ്പണ ജീവിതത്തിൻ്റെ ഈ അവസരത്തിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നു മാത്രം. അകലെ നിന്ന് നോക്കുമ്പോൾ കഠിനമെന്ന് തോന്നുന്ന ഈ സമർപ്പണ ജീവിതം യഥാർത്ഥത്തിൽ അഴകേറിയതും മാധുര്യമുള്ളതും മനസ്സിന് സംതൃപ്തി നൽകുന്നതും ഒപ്പം തികഞ്ഞ സ്വാതന്ത്ര്യം നൽകുന്നതുമാണ്. ഇന്ന് സഭയും സമർപ്പണ ജീവിതവും വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും വിധേയമാകുന്നു. ഞാൻ പറയുന്നില്ല കുറവുകളില്ല എന്ന്. എങ്കിലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളം ഇന്ന് സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മിഷണറിമാരുടെ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ്. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ സഭയും സമർപ്പിതരും
ഇന്ന് ഈ സമൂഹത്തിന്, ഈ ലോകത്തിന് വളരെയേറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും സഭയെയും തിരുസഭ മുഴുവനെയും സമർപ്പിത ലോകത്തിനെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് സഭയുടെ വിജയത്തിൻ്റെ ആധാരം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ തെറ്റുകളിൽ നിന്നും, കുറവുകളിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം ഇതിന് അത്യാവശ്യമാണ്. അടുത്ത അധ്യയന വർഷത്തിൽ ഞാൻ ഈ അധ്യാപക ലോകത്തോട് വിട പറയുകയാണ്. തിരുസഭയ്ക്ക് വേണ്ടി, സമൂഹത്തിനു വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ കൊതിയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇതിന് അത്യന്താപേക്ഷിതമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. അറിയുന്നു നാഥാ നിൻ സ്നേഹം ഞാൻ അറിയാതെ പോയോരാ സ്നേഹം. അറിയുന്നു നാഥാ നിൻ സ്നേഹം ഞാൻ അറിയാതെ പോയോരാ സ്നേഹം. മനസ്സിലുലയും നിൻ ഹൃദയം തേങ്ങുന്നു നിൻ സ്നേഹത്തിൻ മുൻപിൽ നിന്നിടുമ്പോൾ. നിൻ സ്നേഹത്തിൻ മുൻപിൽ നിന്നിടുമ്പോൾ ഈശോ